ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. ഇന്ന് സംസാരിക്കുന്ന വിഷയം ഈ വഴി ഒരു വേറെ വഴിയായിരുന്നു പോകുന്നത് കേട്ടോ. അപ്പം ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നിരാശയെ പറ്റിയാണ്. എന്തോ നിരാശ എങ്ങനെ ഉണ്ടാക്കുന്നു, നിരാശയ്ക്ക് കാരണം എന്താണ്, നിരാശ നമുക്ക് എങ്ങനെ മാറ്റാം, അതിനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? നിരാശ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ സംഭവിക്കാതെ ആഗ്രഹങ്ങൾ നിറവേറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികപരമായ ഒരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് നിരാശ എന്ന് പറയുന്നത്. ഒരു കാര്യം അങ്ങ് പഠിച്ചോണം. നിരാശ എല്ലാ മനുഷ്യർക്കും വരും. അത് സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ അത് നിലനിന്ന് പോകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ ചില വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട കുറെ വീഡിയോസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്നും രാവിലെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് കേൾക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ബൗൺസ് ബാക്കിനെ പറ്റി പറഞ്ഞു. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചു വരാം, മനസ്സിലാവുന്നു? രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ എന്താണെന്നറിയോ? 2 ദിവസം മുമ്പേ പറഞ്ഞൊരു ടോപ്പിക്കാ. എന്തോന്ന് ഓർമ്മയുണ്ടോ? 2 ദിവസം മുമ്പ് ഡിസസോസിയേഷൻ, നമ്മുടെ മനസ്സ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന അവസ്ഥ. അപ്പൊ ഞാൻ അടുത്ത വേറെ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ നിരാശ. ഇതെല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടോന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലാവും. മനസ്സിലായോ? പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വരുന്നത്, ആഗ്രഹങ്ങളുള്ളവർക്കെല്ലാം വരുന്ന ഒരു പ്രശ്നമായത്. നിരാശയ്ക്കുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം, കേട്ടോണേ. നിരാശയ്ക്കുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, പ്രതീക്ഷ നിറവേറ്റാൻ കഴിയാ. നമ്മളൊരു ആഗ്രഹം അങ്ങ് സെറ്റ് ചെയ്യുക, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. 2, പരാജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തന്നെ പറയുക, നിങ്ങൾക്ക് ഇപ്പൊ 40-ലും അങ്ങനെയൊക്കെ അല്ലയോ മാർക്ക്, എനിക്ക് 40 ഇല്ല, 35 ഇല്ല. മനസ്സിലായോ? അപ്പൊ അത് പഠനത്തിനകത്ത്, ബിസിനസ്സിനകത്ത്, ജോലിയില്, ഇവിടൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്ന തോന്നൽ, ഇതാണ് നിരാശ. അങ്ങനെ ഒരു സംഭവത്തിന്റെ ആവശ്യമേ ഇല്ല. കൃത്യമായി പറയുക, മനസ്സിലായോ? അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്തൊരു പ്രശ്നം, ഇവർക്ക് നിരാശയുടെ പ്രശ്നം എന്താന്ന് ഇവർ പറയുന്നതെന്നറിയാം? എന്റെ പിന്നണ്ടി അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ? സ്വീകാര്യതയുടെ കുറവ്. മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുന്നില്ല, മനസ്സിലായോ? എനിക്ക് ആരും എന്നെ സ്വീകരിക്കുന്നില്ല എന്ന തോന്നൽ. ഇനി വേറെ കാരണം എന്താന്ന് വെച്ചാൽ ആരോഗ്യ പ്രശ്നം. നമ്മൾ ആലോചിച്ചോണം, നമ്മുടെ പ്രശ്നങ്ങളെ മാത്രം നമ്മൾ ആലോചിക്കുന്നത്. ആ പ്രശ്നം, അതേ, നമ്മളൊരു കാര്യം പറയട്ടെ, നിക്കി വിച്ചുഷിനെ കേട്ടുണ്ടോ? ലോകത്ത് വലിയൊരു പ്രാസംഗികനാ, കയ്യും ഇല്ല കാലും ഇല്ല. ബിതോവനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഭയങ്കര. ഹെലൻ കെല്ലറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമുക്ക് എത്രായിരം പേരെ അറിയാം. മനസ്സിലായോ? ഇവരെല്ലാവരും എന്തായിരുന്നു? പല പ്രശ്നങ്ങൾ ഉണ്ടാവരായിരുന്നു. അടുത്ത നിങ്ങളൊന്ന് ആലോചിച്ചു, അടുത്ത പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ നിരാശയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി ആലോചിച്ച് നിരാശപ്പെടരുത്. കാരണം എന്താ? എന്നും ഒരുപോലെയല്ല. സ്ഥിരമായി നമ്മുടെ ഈ സാമ്പത്തികം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. സാമ്പത്തികത്തിന്റെ സിറ്റുവേഷൻ നാളെ മാറുമെന്നുള്ള ശുഭപ്രതീക്ഷയോട്, അതൊരു സാമ്പത്തിക പ്രശ്നം ഒരു കാരണമാണ് നിരാശയ്ക്ക്. മനസ്സിലായോ? അടുത്തെന്ന് പറഞ്ഞ ബന്ധങ്ങളുടെ തകർച്ച നിരാശയ്ക്ക് വലിയൊരു പ്രശ്നമാണ്. പ്രണയം പൊളിഞ്ഞു പോവുക, അല്ലെങ്കിൽ വീട്ടുകാർ കൂടെ നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കറക്റ്റായിട്ട് നിൽക്കാതിരിക്കുക. ഈ ഫ്രണ്ട്സ് എപ്പോഴും നമ്മൾ ആലോചിച്ച് പോകണം. ഞാൻ അതിന്റെ പോംവഴികൾ പറയുമ്പോൾ ഇതെല്ലാം വ്യക്തമായി പറഞ്ഞുതരാം. അപ്പൊ ബന്ധങ്ങളുടെ തകർച്ച നിരാശയ്ക്ക് ഒരു കാരണമാണ്. ഒറ്റപ്പെടൽ, എനിക്ക് ആരുമില്ല. പലരും പറയുന്നിട്ടുണ്ടോ, എനിക്ക് ആരുമില്ല. മനസ്സിലായോ? അതെന്തിന് കാരണമാണ്? നിരാശയ്ക്ക് കാരണമാണ്. അപ്പം ഒറ്റപ്പെടൽ ഒരു പ്രശ്നമാണ്. പിന്നെന്ന് പറഞ്ഞാൽ അധിക സമ്മർദ്ദം. ഇതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ പ്രഷർ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അമ്മമാരെപ്പോഴും നിങ്ങളോട് പറയും ഫുൾ മാർക്ക് മേടിക്കണം. പപ്പ പറയാറുണ്ടോ മാർക്ക് മേടിക്കണം? സംഭവം എനിക്കറിയാം, നിങ്ങൾ ജയിച്ചു വരും, നിങ്ങൾ ഭയങ്കര കുതിപ്പുകാരാന്ന് എനിക്കറിയാം. മനസ്സിലാവുന്നു? ഈ പഠിച്ചുകൊണ്ട് മാത്രം പപ്പയൊക്കെ എത്രയോ പഠിച്ചത് കൊണ്ടല്ല. പപ്പയൊക്കെ നമ്മള് ഒരു ലോജിക്കൽ മൈൻഡിന്റെ കൂടെ തന്നെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മനസ്സിലാവുന്നു? നമ്മൾ ഇങ്ങനെ അധിക സമ്മർദ്ദം എടുത്ത് പഠനത്തിനകത്തും ജോലിക്കകത്തും എല്ലാത്തിനകത്തും ഇങ്ങനെ മാനസികത എടുക്കാനൊന്നും നിൽക്കണ്ട. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞ, അതായത് നിരാശ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്.
നമ്മളങ്ങ് ഉൾക്കൊള്ളുക. എന്തോ നിരാശ ജീവിതത്തിന്റെ അത് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. മനസ്സിലായോ? അപ്പം അതിന് അപ്പം നിരാശ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള മനോവീര്യം. മനസ്സിലായോ? എന്നിട്ട് ചിലർക്കൊരു പ്രശ്നമുണ്ട്. ആരോടെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിക്കുന്നതിനകത്തുള്ള മടി, അതൊരിക്കലും ഉണ്ടാകരുത്. മനസ്സിലായോ? ഈ വേൾഡ് ബാങ്ക് പോലും കടത്തില്ല, ഇന്ത്യ രാജ്യം കടത്തില്ല, ഇന്ത്യ ഗവൺമെന്റ് കടമാണ്, സംസ്ഥാനം കടത്തിലാണ്. മനസ്സിലാവുന്നു? അപ്പം നമ്മളിപ്പം ഏത് രീതിയിലായാലും ഒരാളോട് കടപ്പെട്ടിരിക്കുക ഇവരുടെ തോന്നലാണ്. സമ്പത്തുള്ളവരുത്തനായാലും ശരി, ആ സമ്പത്തുള്ളവനെ ആ ജോലിക്കാരെല്ലാവരും അവനോട് സഹകരിക്കാതിരുന്ന അവന്റെ ബിസിനസ് എന്തോ ചെയ്യും? അപ്പൊ എല്ലാവരോടും കടപ്പെട്ടിരിക്കുക. മനസ്സിലാവുന്നു? നമ്മൾ ഒരു ആവശ്യം ചോദിക്കാൻ മടിക്കരുത്. മനസ്സിലായോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരും, പണത്തെ പറ്റി ചിന്തിച്ച് വിഷമിക്കരുത്. പണത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പണം ആവശ്യമാണ്. പണത്തെ പറ്റി ചിന്തിച്ച് വിഷമിക്കുന്നതിന് പകരം പണം എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ പണം ചോദിക്കുന്നതിന്റെ ഒരു സൈക്കോളജി നിങ്ങൾ മനസ്സിലാക്കാത്തോണ്ട ഞങ്ങൾ ഈ മൈൻഡ് മാസ്റ്റർ ചെയ്യുന്ന ഗുഡ് മോർണിംഗ് റോയ് ചായ, നമ്മുടെ ചങ്ക കേട്ടോ റോയ് ചായ. അപ്പൊ അതുപോലെ തന്നെ നിതീഷ് രവീന്ദ്രനുണ്ട്. നിതീഷ് ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ ഒരു കാര്യം ആലോചിക്കണം, എന്തായാലും പപ്പ പറഞ്ഞു ഈ പറയുമ്പോ സാമ്പത്തികത്തിന്റെ ഒരു പ്രശ്നം. ഈ ബഗേഴ്സിനെ കണ്ടോണ്ടോ? വി ആർ നോട്ട് ബഗേഴ്സ്. കണ്ടോ? മനസ്സിലായ? അപ്പൊ ഈ ബഗേഴ്സിന്റെ കേസിനകത്ത് എന്താന്ന് ചോദിച്ചാൽ അവരെത്ര ലക്ഷം രൂപയാ കളക്ട് ചെയ്യുന്നത്, അവരത് ചോദിക്കുന്നുണ്ടാ. മനസ്സിലായോ? പണം ഒരാളോട് ഏതെങ്കിലും ഒരു അവസ്ഥയെ ചോദിച്ചേ മനുഷ്യന് ജീവിക്കാൻ പറ്റും. ചില അത് ഏത് സാഹചര്യം, ഇപ്പൊ അംബാനി ആയിരുന്നാലും പെട്രോൾ അടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്തായിരിക്കും ആളത്. അപ്പൊ അതിനെ ഓർത്ത് വിഷമിക്കണ്ട. നമ്മളിപ്പോ ആൾക്കാർ നമ്മളെ വേദനിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അത് മനുഷ്യ സഹജമാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല എല്ലാ മൃഗങ്ങളും നമ്മുടെ അടുത്തൊന്നും വാലാട്ടി നിൽക്കില്ലേ, മനുഷ്യന്റെ അടുത്ത് മൃഗങ്ങളുമാണ്. അങ്ങനെ എല്ലാ ജീവികളിലും ഇത്തരത്തിലുള്ള ഇതുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിരാശരാകരുത്. ഓക്കെ, നിരാശരാകണ്ട. മനസ്സിലാവുന്നു? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ നിരാശയിൽ നിന്ന് അതിജീവിക്കണോ? വേണോ? ഉറപ്പാണോ? അപ്പൊ അത് എങ്ങനെ അതിജീവിക്കുന്നതെന്ന് കാണിച്ചുതരാം. നമ്മുടെ അമ്മച്ചി അവിടെ, നമ്മുടെ കുടുംബം അവിടെ. അപ്പൊ മനസ്സിലാവുന്നു? ഈ ഞങ്ങളുടെ പ്രിയ സഹോദരിയും ഞങ്ങളുടെ അപ്പന്റെ അനിയന്റെ ഭാര്യയുമായ മറിയമ്മ കുട്ടിയാണ് ഈ വരുന്നത്. മറിയാമ്മ അങ്ങനെ പറയണമെന്നില്ല, നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ മറിയമ്മ കേട്ടോ, കാണിക്കാതിരുന്നിട്ടൊന്നും ഒരു കാര്യം. അപ്പൊ എവിടെ പോവാ? പാലോടിക്കാൻ പോകുന്നു. നമ്മുടെ വിട്ടോ, പാലോടിക്കാൻ പോവാ. പോണം കേട്ടോ. അപ്പൊ നമ്മൾ എന്തായിരുന്നു പപ്പ പറഞ്ഞപ്പോ പോയിന്റ് എല്ലാം പോയി. ഈ അമ്മാമ്മയെ കണ്ടത് അതിജീവിക്കാനുള്ള മാർഗം. അതിജീവിക്കേണ്ട എങ്ങനെയൊക്കെ അതിജീവിക്കണം? ഒന്ന്, മാനസികമായി അതിജീവിക്കണം, ശാരീരികമായി അതിജീവിക്കണം, സാമൂഹികമായി അതിജീവിക്കണം, ആത്മീയമായി അതിജീവിക്കണം. ഓക്കെ, എന്നെ കേൾക്കാൻ അനുവദിക്കൂ. മനസ്സിലാവുന്നു? അപ്പൊ എങ്ങനെയാണ് മാനസികപരമായ നിലപാടുകൾ എടുക്കേണ്ടത് അതിജീവിക്കാനുള്ളത്? പ്രശ്നത്തെക്കാൾ പരിഹാരത്തെ പറ്റി ചിന്തിക്കണം. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായി? നമുക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, എപ്പോഴും ദൈവത്തോട് പറയാ, ദൈവമേ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. എങ്ങനെ? ഓ ഗോഡ് ഐ ഹാവ് എ ബിഗ് പ്രോബ്ലം. നിങ്ങൾ അതിന് വരെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾ എന്താ പറയണം? പ്രോബ്ലം ഐ ഹാവ് എ ബിഗ് ഗോഡ്. പ്രശ്നമേ എനിക്ക് വലിയൊരു ദൈവമുണ്ട്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? തീർന്നു. അങ്ങനെ ചിന്തിക്കണം. പ്രശ്നങ്ങളെക്കാൾ ഉപരി പരിഹാരത്തെ പറ്റി ചിന്തിക്കണം. പിന്നെന്താ പറഞ്ഞത്? ചെറു വിജയങ്ങള് അങ്ങ് ആഘോഷിച്ചോണം. എടാ മനസ്സിലാവുന്നോ? ശരിയാ. നമ്മൾ ഈ വലിയ വിജയം വെക്കാൻ വേണ്ടി ആഘോഷിക്കാൻ വേണ്ട, ചുമ്മാ ഒരു മാങ്ങ പഴുത്തത് തറയുന്ന അല്ല എറിഞ്ഞിട്ടിട്ടായാലും ശരി, കിട്ടി കഴിയുമ്പോഴത്തെ ഒരു ഡാൻസ് ഒക്കെ അങ്ങ് ചെയ്യുക. പണ്ട് ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോണ്ടല്ലേ ഭയങ്കര മരത്തിൽ നോക്കിയാ ഒടയെഴുത്തുകാരുടെ മാവിനകത്ത് നോക്കിയുണ്ടല്ലേ കിടുകിടാ എറിയും. കേട്ടോ മോളെ? ഒരെണ്ണം കൊണ്ട് കിട്ടുമ്പോഴത്തേ ഭയങ്കര ഹാപ്പിയാ. അതേപോലെ നമുക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റണം. ചെറിയ പിന്നെന്ന് പറയാം സ്വയം ഏറ്റവും അളിഞ്ഞൊരു പരിപാടി. ഞാനിത് നോക്കിയാണ് ഞാൻ കൂട്ടാ, സ്വയം താരതമ്യം ചെയ്യരുത്. ശരിയാണ്, വളരെ ശരിയാണ്. അവന് ഞങ്ങളുടെ അമ്മ പണ്ടുണ്ടായിരുന്നു കേട്ടത് ജോണ്ടോ വരും, അവൻ ഭയങ്കരമായിട്ട് പഠിക്കുമല്ലോ. അപ്പൊ ഇതില് ഇങ്ങനെ ഈ റോഡിൽ കൂടെ വരും. നമ്മുടെ വീട് അവിടെ പപ്പ മോശമല്ലല്ലോ. ഇപ്പൊ SSLC ആയാലും ഞങ്ങൾ 75% മാർക്ക് മേടിച്ചില്ല അന്നത്തെ കാലത്ത്, 93-ല്. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോണം, നമ്മള് എന്ത് ചെയ്യുന്നറിയാം? ഈ ജോമോൻ ഇതിലേ പോകുമ്പോ ഞങ്ങളുടെ അമ്മ വിളിക്കും, ജോമനെ മാർക്ക് പറഞ്ഞു.
യമൻ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അമ്മയോട് പറയണം. യമൻ എന്തായാലും വരത്തില്ല, 50-45 താഴെ വരത്തേയില്ല. അവ എന്നിട്ട് ഇവിടെ വന്നിട്ട് എങ്ങനെ പറയുന്നറിയോ, ഓ അമ്മമ്മേ പോയി 48 ഉള്ളൂ. നെൽസൺ എത്ര ഉണ്ട്? ഉടനെ അവൻ പറയും അതെനിക്കറിയത്തില്ല കേട്ടോ, നെൽസന്റെ മാർക്ക് എനിക്കറിയത്തില്ല. അപ്പൊ ഞാനെന്ത് ചെയ്യും, എന്നേക്കാൾ മാർക്ക് കുറഞ്ഞ ആരെങ്കിലും തപ്പും. നമ്മുടെ മനുവാണ് തന്നെയാണ്, ഞങ്ങളെല്ലാം അമ്മയെ ഭയങ്കര ഇഷ്ടമായി പോയി, മനുവിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞു. നമ്മള് മനുവിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞു. ഞാൻ എന്നാലും പിടിച്ച് നമ്മളെന്ന് പറഞ്ഞാൽ 35-നും 45-നും ഇടയ്ക്ക്. പക്ഷെ സോഷ്യൽ സയൻസ് ഒരു രക്ഷയില്ല, 49 മാർക്ക് 50 മാർക്കാണ്. സോഷ്യൽ എന്നെ ഞാൻ പൊളിക്കും. പൊളിറ്റിക്സ് വന്ന അങ്ങനൊന്നുമല്ല. പൊളിറ്റിക്സിനോടുള്ള ഭയങ്കരമായ ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ ഒന്നും ആയില്ലല്ലോ, 32 വർഷമായിട്ട് ചുമ്മാ നടന്ന് ഓടുവോ പറയും. കൊണ്ടുവരുന്നവരെ കയറുന്നുള്ളൂ, ഞാൻ കയറുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ കൊണ്ടുവരാം. അന്നേരം എന്തായാലും നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് എന്തായാലും നമ്മൾ പറഞ്ഞു തന്നെ. എവിടം വരെ എത്തി? താരതമ്യം ചെയ്യരുത്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്. ഇതിനകത്ത് നമ്മള് മാനസികപരമായ ഒരു ഇത് പറഞ്ഞത് ഏതാ, പരിഹരിക്കാനുള്ള മാർഗത്തിൽ മാനസികപരമായിട്ടുള്ളത്. ഇനി ശാരീരികമായ മാർഗം പറയാം. നല്ല ഉറക്കം വേണം, വ്യായാമം വേണം, ശരിയായ ഭക്ഷണം വേണം. ചിലപ്പോഴെങ്കിലും ഈ ശരിയായ ഭക്ഷണം എന്നൊക്കെ പപ്പ എല്ലാത്തിനും പറയുന്നുണ്ട്. അതായത് ജങ്ക് ഫുഡ് ഒഴിവാക്കണമെന്നായി പറയുന്നത്. അലിച്ചു വാരി തിന്നരുത്. ശരിയാണ്. നിങ്ങൾ ഈ പറയുന്ന ചിക്കനകത്തും അതിനകത്തൊക്കെ ഇടുന്ന ഇത് മനസ്സിലായ, അമേരിക്കക്കാരനൊന്നും ഇങ്ങനല്ല ചിക്കനും ബീഫും ഒന്നും വെക്കുന്നേ. മനസ്സിലായി? ഇത്രയുള്ള ഈ സാധനങ്ങളെല്ലാം കൂടെ വാരി ഇടത്തില്ല. നിങ്ങളത് ആലോചിച്ചോണം. എപ്പോഴും സാലഡ് മാത്രമാണ്. അല്ല, സാലഡ് മാത്രമൊന്നല്ല, സാലഡ് മാത്രമല്ല. ചിലപ്പോൾ അതിനകത്ത് അവന്മാരെന്ത് ചെയ്യും, ഈ കറി വെക്കുന്നതിനകത്ത് ഈ സ്പൈസസിന്റെ ഒക്കെ അളവ് കുറയ്ക്കും. മനസ്സിലായോ? അപ്പം ശരീരത്തിനകത്ത് ശരിയായ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മാക്സിമം ഇടയ്ക്കൊക്കെ കഴിക്കാൻ നോക്കണം കേട്ടോ. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ്. റോഡെല്ലാം ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി അടുത്ത എന്ത് വേണ്ടേ? ഇനി സാമൂഹിക പിന്തുണ. എന്ത് വേണ്ടേ? സാമൂഹികപരമായ ഒരു പിന്തുണ. അതായത് പറയുന്നത് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം. പിന്നെ പപ്പയെ പോലൊരു പപ്പയും അമ്മയൊക്കെ വേണം. മനസ്സിലായോ? താങ്ക് യു. അല്ലെ ഇപ്പം പട്ടി കഷ്ടത്തി ചവിട്ടിയാണ്. അപ്പൊ എന്ത് അങ്ങനെയുള്ള എന്ത് വേണം? നല്ല ഫാമിലി മെമ്പേഴ്സ് വേണം. ഈ കുഞ്ഞിന് നമ്മുടെ നിയാക്കുട്ടനെ പോലെ നല്ലൊരു സഹോദരി വേണം. അതുപോലെ തന്നെ നിയാക്കുട്ടനെ പോലെ നല്ല ചേച്ചി വേണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികപരമായ പ്രശ്നങ്ങൾ പകുതി ഒഴിവായി. മനസ്സിലായോ? മനസ്സിലായി. അപ്പം അതാണ് എന്തോന്ന് പറയുന്നത്, സാമൂഹിക പിന്തുണ. പിന്നെ ഒന്നും നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് നേടുക, ഏതെങ്കിലും ഒരു കൗൺസിലറുടെയോ അല്ലെങ്കിൽ ഡോക്ടറുടെയോ. ആത്മീയപരമായിട്ടുള്ളത് എന്തുവെന്ന് പറയാമോ? ആത്മീയപരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പള്ളിയില് പ്രാർത്ഥന നടക്കുന്നുണ്ടാ പറഞ്ഞു. ഒന്ന് പ്രാർത്ഥന, എന്തോ പ്രാർത്ഥന. രണ്ടാമത്തെ എന്തോ പള്ളിയിൽ എന്തോ പ്രാർത്ഥന നടക്കുന്നു. ചിരി ഒരു നല്ല. പിന്നെ പ്രാർത്ഥന, ധ്യാനം, മെഡിറ്റേഷൻ. മനസ്സിലായോ? ഗൈസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയാം, ഹോബീസ് ഉണ്ടാക്കുക. എന്തോ ഹോബി എന്തൊക്കെയാ? പാട്ട് പാടുക, ചിത്രരചന നടത്തുക, ഇങ്ങനെ പലപരമായ പ്രസംഗം. എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് റിലാക്സ് ആവാൻ പറ്റുന്ന ഈ സാഹചര്യത്തിലോട്ട് മാറുക. മനസ്സിലായോ? ഇതാണ് അതിനുള്ള മാർഗങ്ങൾ. ഇനി എന്താ പറയാ, നമുക്ക് എന്താ പറയാ, നിരാശ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞോണം. നിരാശ എന്താണ്? സ്ഥിരമല്ല. എന്തോ സ്ഥിരമല്ല എന്ന തിരിച്ചറിവ് അത് നിയന്ത്രിക്കുന്നതിന് നമ്മളെ സഹായിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഇതെന്തോന്ന് വെച്ചാൽ നിയന്ത്രണമാവേണ്ടത്. അതിജീവിക്കാനോ അതിനെ അതിജീവിക്കുകയും ചെയ്യുകയാണ്. അല്ല നിരാശയായിട്ട് പറഞ്ഞിട്ട് എനിക്കിത് ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിരാശ, പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, നിരാശ പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല. മനസ്സിലായോ? നിരാശ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൂർണ്ണമായി അകറ്റാൻ സാധിക്കില്ല. പക്ഷെ അതിനകത്ത് കുറെ സിമ്പിൾ ട്രിക്ക് ഉണ്ട് കുറയ്ക്കാൻ. പറഞ്ഞുതരട്ടെ? ഒന്ന്, നിങ്ങൾ ഈ വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കരുത്. അതായത് ഒരുത്തന് പ്രൈം മിനിസ്റ്റർ ആവണം, അല്ലെ മന്ത്രി ആവണം, അല്ലെ IAS കാരനാവണം. IAS ആവുന്നത് വലിയ ആഗ്രഹമല്ല, ചെറിയ ആഗ്രഹം. മനസ്സിലായി? അപ്പൊ അതിനെ ചെറിയ ലക്ഷ്യം വെക്കുക. എന്തോ ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു മന്ത്രി ആവുന്നതാണോ ഒരു IAS ആവുന്നതാണോ പാട്? IAS ആവാൻ നിങ്ങൾക്ക് പഠിച്ചാൽ മതി. മന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1000-10,000 കണക്കിന് പണികൾ ചെയ്യണം. ഈ ആൾക്കാർ പറയുന്ന കുട്ടിയല്ല, അത് ഭയങ്കരമാണ്. ഒരു IAS കാരനും മന്ത്രി ആവാനൊന്നും അങ്ങനെ പറ്റത്തില്ല എന്റെ അറിവിൽ. ആവാൻ ശ്രമിച്ചവരെല്ലാം പോയത്. ഇതെന്ന് പറഞ്ഞാൽ ചതുരംഗ കളിയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ചില പൊട്ടന്മാരൊക്കെ ഇതിനിടയ്ക്ക് കയറി വരികയും ചെയ്യും. അപ്പം എന്താ ഉണ്ടാവണം? ഒന്ന്, നമുക്ക് ചെറിയ ലക്ഷ്യം വേണം.
വലിയ ലക്ഷ്യത്തെ, ഇപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം അമേരിക്കയിൽ പോയി സിറ്റിസൺഷിപ്പ് എടുക്കണം. യെസ്. എന്നിട്ട് അവിടെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തിക്കണം, നല്ല രീതിയിൽ പ്രസംഗം പഠിക്കണം, അവിടെ അഭിപ്രായത്തിന് ഭയങ്കര സ്വാധീനം. മനസ്സിലാവുന്നു? യെസ്. അങ്ങനെ കയറി വരാൻ പറ്റും. ചെറിയ ലക്ഷ്യം വെക്കണം. എല്ലാം എന്റെ നിയന്ത്രണത്തിലല്ല എന്ന് ചിന്തിക്കണം. രണ്ടാമത്തെ പോയി അതെ. എന്തോ എല്ലാം എന്റെ നിയന്ത്രണത്തിലല്ല എന്ന് ചിന്തിക്കണം. മനസ്സിലായോ? നിരാശ മാറ്റാനുള്ള എളുപ്പ വഴിയാണ്. അതെങ്ങനെ വരും? അത് സ്വാഭാവികം. അടിപൊളി ഒരു ട്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ പപ്പ ഇനി പറഞ്ഞുതരാം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. എന്ത്? ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കുഞ്ഞിന് പറഞ്ഞു, കുഞ്ഞ് എപ്പോഴും താങ്ക് യു പറഞ്ഞു നടക്കരുത്. അപ്പൊ എന്തെങ്കിലും ഒരാൾക്ക് നമ്മളുള്ളതിൽ ഒരു വിഹിതം കൊടുക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായോ? പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ മനസ്സ്, നമ്മള് ഒരു സിറ്റുവേഷനെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യണം? തിരിക്കണം. ഞാനിപ്പോ ഇതേ നിരാശനാണ് എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം കാണുമല്ലോ. മനസ്സിലാവുന്നു? ആ സാഹചര്യത്തിൽ നിന്ന്, ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ അങ്ങ് മാറണം. മനസ്സിലാവുന്നു? വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സാഹചര്യം വീട്ടിനകത്താ ഉണ്ടാവുന്നെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് നടക്കുക. മനസ്സിലാവുന്നു? മൂഡ് ചേഞ്ച് ചെയ്യുക. മനസ്സിലാവുന്നു? നല്ലൊരു ഫ്രണ്ടിനെ വിളിക്കുക. ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇവിടെ അളിയ എന്താ പറയുന്നത്, അങ്ങനെ നമ്മൾ ആ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലാവുന്നു? എന്നിട്ട് ഏറ്റവും അവസാനം ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ, ഒരു കിടുക്ക് ട്രിക്ക്. ഇങ്ങനെ അങ്ങ് പറയണം, ഇതും കടന്നു പോകും. എന്തോ? ഇതും കടന്നു പോകും. ഇത് കടന്നു പോകും. പിന്നെ വേദനിക്കേണ്ട കാര്യമുണ്ടോ? ഒരാവശ്യമില്ല. അപ്പം ഇതൊക്കെയാണ് നിരാശ മാറ്റാനുള്ള പരിധി. ഇനി ഡെയിലി 5 മിനിറ്റ് ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിരാശ അഫക്ട് ചെയ്യാം. എന്റെ കുഞ്ഞുറങ്ങുകയാണ്. ഓക്കെ, ഒന്ന് ഡീപ്പ് ബ്രീത്തിങ്. ഇങ്ങനെ ഒരു 10 വട്ടം 5 വട്ടം എടുക്കുക. 2 ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം തന്ന കാര്യങ്ങളെല്ലാം വൈകിട്ട് വീട്ടിൽ ഇരുന്നങ്ങ് എഴുതുക ഒരു പേപ്പറിനകത്ത്. മനസ്സിലായോ? നല്ല ഫ്രണ്ട്സിനോട് ഞാൻ ഈ പറഞ്ഞതുപോലെ എഴുതുക. പിന്നെന്ന് പറഞ്ഞാൽ അഫർമേഷൻ പറയാം, അല്ലെങ്കിൽ പോസിറ്റീവ് വേർഡ്സ്. അഫർമേഷൻ നിങ്ങൾക്ക് കുറച്ചെണ്ണം പറയാമോ? ഞാൻ പറഞ്ഞു തരട്ടെ, എന്റെ കൂടെ പറയണം. യെസ് ഐ ക്യാൻ. Yes, I can. 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 മനസ്സിലായോ? എന്നിട്ട് പ്രോബ്ലംസിനോട് എന്തോ പറയണം? പ്രോബ്ലംസ് ആർ എന്താണ്? നോട്ട് പെർമനന്റ്, ഇറ്റ്സ് എ ടെമ്പററി. എന്താ പ്രോബ്ലംസിനോട് എന്താ പറയുന്നത്? ഓടാ, ഇറ്റ്സ് എ ടെമ്പററി. ഇത് മാറിപ്പോകും. എന്നിട്ട് അതാ ഞാൻ മുമ്പേ ഒരെണ്ണം പറഞ്ഞേ, ഓ ഗാഡ്, അല്ലെ? എപ്പോഴും പ്രോബ്ലം ഐ ഹാവ് എ ഗാഡ്. അതുപോലെ പറയണം. മനസ്സിലായോ? എന്നിട്ട് മൈക്രോ ആയിട്ടുള്ള ഗോൾ ഉണ്ടാക്കണം. മുമ്പേ പറഞ്ഞതിനോട്ട് മനസ്സിലായോ? സ്മോൾ ഗോൾസ് ആക്കുക. എന്നിട്ട് ഒരു സാധനം എന്തോന്ന്, അതാണ് അടുത്ത എന്തോന്ന് വെച്ചാൽ ചിരിക്കുക. എന്തോ? ചിരിക്കുക. ഒന്ന് ചിരിച്ചാൽ നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുമോ നോക്കി. മനസ്സിലായോ? ഇതേ ഉള്ളൂ. നമുക്ക് എന്താണ്, നമ്മൾ ശബ്ദമുയർത്തി ചിരിക്കാൻ പഠിക്കണം. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ നിരാശയെ കൺട്രോൾ ആക്കാൻ പറ്റും. ഞാൻ എവിടെ നിർത്തി? ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നോണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തീർക്കാം. ബൈ ബൈ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. എന്തുകൊണ്ട് പിന്നെ അയാൾക്ക് അത് കൊടുത്തായിരുന്നല്ലേ? ഞാൻ അയച്ചു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഹായ്. ഇന്ന് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞ് പോരുന്നു. അപ്പൊ നേഹ ഇനി വന്നേ മക്കളെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ആലോചിച്ചോണം. ഇനി ഈ കേൾക്കുന്നവരും, നമ്മുടെ എല്ലാ ജീവിതത്തിൽ എന്തുണ്ട്? നിരാശ ഉണ്ട്. യെസ് യെസ്. എന്തുകൊണ്ട്? അത് നമുക്ക് മാത്രമാണോ? എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നിരാശയോട് നമുക്ക് പറയാനുള്ളത് എന്താണ്? നിരാശ, നീ പെർമനന്റ് അല്ല. എന്താ? നീ ടെമ്പററി ആണ്. നിന്നെ എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കും. യെസ് ഐ ക്യാൻ. യെസ് ഐ ക്യാൻ. യെസ് ഐ ക്യാൻ. ഉറപ്പായിട്ടും പറഞ്ഞോണ്ടിരിക്കണം. ഓടിച്ചൂടേനെ. മനസ്സിലായോ? അപ്പം നിരാശയെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? ഇതിനെ പറ്റി ഒരു പ്രസംഗം കാച്ചണമെങ്കിൽ കാച്ചാവോ? ഓഫ് കോഴ്സ്. അങ്ങനെ. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ, ഞങ്ങളുടെ കൊച്ചുങ്ങള് സ്കൂൾ യുവജനോത്സവത്തിൽ മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിൽ 7ലും 8ലുമാണ് അവർ പഠിക്കാൻ. 8ലും 9ലുമാണ്. ഇപ്പം മത്സര രംഗത്ത് അവസാനം വന്നത് ചേച്ചിയും അനിയത്തിയുമാണ്. അതുകൊണ്ട് ചേച്ചിക്ക് 2 സ്കൂളിലെ ഇംഗ്ലീഷ് പ്രസംഗത്തിനും മലയാളം പ്രസംഗത്തിനും ഫസ്റ്റും. കുഞ്ഞ് ഇങ്ങോട്ട് നോക്കിയേ. കണ്ടോ, ഇപ്പഴേ നിരാശ വന്നുണ്ട്.
ഒക്കെ എന്നാ അല്ലല്ല നിക്കേ അപ്പം കുഞ്ഞിന്റെ കാര്യം പറയാൻ നീ എന്താ സമ്മതിക്കാത്തെ? എന്റെ കുഞ്ഞിന് നല്ല, അതായത് ഇംഗ്ലീഷിനും മലയാളത്തിനും എന്ത് കിട്ടി? സെക്കൻഡ് കിട്ടി. പിന്നെ സ്നേഹമോള് പള്ളിയിൽ നിന്ന് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടി. സബ് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. അങ്ങനെ നിരാശരാകാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്തെങ്കിലും നിരാശ ഇതിനപ്പുറത്തായി കടന്നു വന്നാൽ എന്റെ കോണ്ടാക്ട് ചെയ്യണം. കാരണം നിങ്ങൾക്കൊരു നല്ല സുഹൃത്തുണ്ടെന്ന് എപ്പോഴും ചിന്തിച്ചോണം. ഞങ്ങളുടെ പള്ളിയുടെ അടുത്ത് എത്തി, ഇനി ഇതുകൊണ്ട് നടന്ന അച്ഛൻ എന്നെ കൈകാര്യം ചെയ്യും. ഓക്കെ.